PE സ്റ്റോക്കുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഓഹരി ഓവർ വാല്യൂഡ് ആണെന്ന്. പക്ഷെ ഉയർന്ന PE എന്നതുകൊണ്ട് വിപണി ആ ഓഹരിക്ക് പ്രീമിയം പ്രൈസ് നൽകി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നതുകൂടി അർത്ഥമാക്കുന്നുണ്ട്. അത് ആ ബിസിനസ്സിൽ നിക്ഷേപകർ നൽകുന്ന വിശ്വാസം കൂടി ആയിരിക്കാം. അത്തരത്തിൽ ഇൻഡസ്ട്രി PE വെച്ച് നോക്കുമ്പോൾ അല്പം എക്സ്പെൻസീവ് ആയ ഒരു ഓഹരിയുടെ കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കമ്പനിയെ തിരഞ്ഞെടുക്കാൻ കാരണം കമ്പനിയുടെ Q4 റിസൾട്ട് വന്നതിന് ശേഷം ആക്സിസ് സെക്യൂരിറ്റീസ്, ICICI ഡയറക്ട്, ചോയ്സ് ഇക്വിറ്റീസ് തുടങ്ങിയ വിവിധ ബ്രോക്കറേജുകൾ ഓഹരിക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. നമുക്ക് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ സാധ്യതകളൊന്ന് വിലയിരുത്താം. പറഞ്ഞു വരുന്നത് ഓട്ടോമോട്ടീവ് രംഗത്ത് നിർണായക സേവനങ്ങൾ നൽകുന്ന സൻസേറ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. സൻസേറ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് വെറും ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയും കൃത്യതയും ഒത്തുചേരുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. സങ്കീർണമായ പല ഘടകങ്ങളും നിർമ്മിക്കുന്നതിൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഒരു കമ്പനി. വാഹനങ്ങളുടെ കാര്യമെടുത്താൽ നമ്മൾ കാണുന്ന എഞ്ചിനുകൾക്കും മറ്റ് ആവശ്യമായ അതീവ കൃത്യതയുള്ള ഭാഗങ്ങൾ ഇവർ തയ്യാറാക്കുന്നു. എന്നാൽ ഇവരുടെ വൈദഗ്ധ്യം അവിടെയും തീരുന്നില്ല. ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളുടെ ഘടകങ്ങൾ മുതൽ പാടങ്ങളിൽ പണിയെടുക്കുന്ന കൃഷി ഉപകരണങ്ങൾക്കും ഓഫ് റോഡ് വാഹനങ്ങൾക്കും ആവശ്യമായ തന്ത്രപ്രധാനമായ പാർട്സുകൾ വരെ സൻസേറയുടെ ഫാക്ടറികളിൽ നിന്ന് പിറവിയെടുക്കുന്നു. സൻസേറ എഞ്ചിനീയറിംഗ് 2026 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കമ്പനിയുടെ വരുമാനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 28% വർധനവുണ്ടായി. പലിശയ്ക്കും നികുതിക്കും മുൻപുള്ള ലാഭത്തിൽ 52%, ലാഭത്തിൽ 108% വളർച്ച രേഖപ്പെടുത്തി. അനുകൂലമായ പ്രൊഡക്റ്റ് മിക്സ്, പ്രവർത്തനക്ഷമത, ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഉയർന്ന ലാഭവിഹിതം നൽകുന്ന എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ്, സെമി കണ്ടക്ടർ ബിസിനസ്സുകളിൽ നിന്നുള്ള വർദ്ധിച്ച വിഹിതം എന്നിവയുടെ പിന്തുണയോടെ എബിറ്റ മാർജിൻ 19.3% ഉയർന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ മൊത്തത്തിൽ വരുമാനം 16%, അറ്റാദായം 51% വർദ്ധിച്ചു. ഓട്ടോമോട്ടീവ് രംഗത്തെയും പുതിയ ബിസിനസ് മേഖലകളിലെയും മികച്ച പ്രവർത്തനമാണ് ഈ വളർച്ചയിൽ പ്രതിഫലിച്ചത്. ഭാവിയിലെ വളർച്ചാ സാധ്യതകളെക്കുറിച്ച് കമ്പനി മാനേജ്മെന്റ് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. എയ്റോസ്പേസ്, സെമി കണ്ടക്ടർ, ഇലക്ട്രിക് വാഹനങ്ങൾ, ആഭ്യന്തര ഓട്ടോമോട്ടീവ് ഔട്ട്സോഴ്സിംഗ് എന്നീ മേഖലകളിൽ മികച്ച അവസരങ്ങളാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന വിപണിയിലെ EV മുന്നേറ്റം പരമ്പരാഗത നിർമ്മാതാക്കൾക്കിടയിലും പുതിയ EV കമ്പനികൾക്കിടയിലും ശക്തമായി തുടരുന്നുണ്ട്. എങ്കിലും സ്റ്റീൽ, അലുമിനിയം, ഊർജം, ലോജിസ്റ്റിക്സ്, ടൂളിംഗ് എന്നിവയുടെ വിലക്കയറ്റം നിലവിലൊരു വെല്ലുവിളിയായി മാനേജ്മെന്റ് കാണുന്നുണ്ട്. വരാനിരിക്കുന്ന 2027 സാമ്പത്തിക വർഷത്തിൽ ആദ്യ പകുതി അനുകൂലമായ സാഹചര്യങ്ങളും നിലവിലെ കൃത്യമായ പ്രവർത്തന പദ്ധതികളും മുൻനിർത്തി 2ാം പകുതിയേക്കാൾ കരുത്തുറ്റതായിരിക്കുമെന്നും മാനേജ്മെന്റ് വിലയിരുത്തുന്നു. സൻസേറയുടെ എയ്റോസ്പേസ്, ഡിഫൻസ്, സെമി കണ്ടക്ടർ വിഭാഗം 2026 സാമ്പത്തിക വർഷത്തിൽ 155% വളർച്ചയോടെ 3155 ദശലക്ഷം രൂപയുടെ വരുമാനം നേടി. മികച്ച മുന്നേറ്റമാണ് ഇവിടെ നടത്തിയത്. 4ാം പാദത്തിൽ മാത്രം ഈ മേഖലയിലെ വരുമാനം ഇരട്ടിയിലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലെ 44,638 ദശലക്ഷം രൂപയുടെ ഓർഡറുകൾ കമ്പനിയുടെ കൈവശമുണ്ട്. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ലക്ഷ്യമിടുന്നത്. വിമാന നിർമ്മാണ മേഖലയിലെ ആഗോള ഡിമാൻഡ് വർദ്ധിച്ചതോടെ എയ്റോസ്പേസ് ബിസിനസ് 63% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ 4 മീറ്റർ വരെയുള്ള സങ്കീർണമായ എയ്റോസ്പേസ് ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി കമ്പനി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ ഓർഡറുകളും ഉൽപാദനശേഷി വർദ്ധിപ്പിച്ചത് മുൻനിർത്തി 2027 സാമ്പത്തിക വർഷത്തിൽ ADS വിഭാഗത്തിൽ നിന്നുള്ള വരുമാനം 5500 മുതൽ 6000 ദശലക്ഷം രൂപ വരെ ആയിരിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓട്ടോമോട്ടീവ് മേഖലയിലും കമ്പനി റെക്കോർഡ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. പരമ്പരാഗത എഞ്ചിൻ വിഭാഗം തങ്ങളുടെ ഏറ്റവും ഉയർന്ന പാദവരുമാനമായ 6426 ദശലക്ഷം രൂപ കൈവരിച്ചിട്ടുണ്ട്. യാത്രാ വാഹനങ്ങളുടെയും വാണിജ്യ വാഹനങ്ങളുടെയും വിപണിയിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡ് ഇതിന് കരുത്തേകി. ഇലക്ട്രിക് വാഹന വിഭാഗവും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ മേഖലകളും 19.8% വളർച്ചയോടെ റെക്കോർഡ് വരുമാനം നേടി. നോൺ ഓട്ടോമോട്ടീവ് ബിസിനസ് വരുമാനം 4ാം പാദത്തിൽ 70.5% വർദ്ധിച്ചു. ആഭ്യന്തര നിർമ്മാതാക്കളുടെ നിക്ഷേപങ്ങളും ഔട്ട്സോഴ്സിംഗ് അവസരങ്ങളും വരും കാലയളവിലും ഈ വളർച്ച നിലനിർത്താൻ സഹായിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. സൻസേറയുടെ പുതിയ ബിസിനസ്സുകൾക്കായുള്ള വാർഷിക ഓർഡർ ബുക്ക് 2026 മാർച്ച് വരെ 1919.4 കോടി രൂപയാണ്. നോൺ ഓട്ടോമോട്ടീവ്, ഇലക്ട്രിക് വാഹന വിഭാഗങ്ങളിൽ നിന്നുള്ള വരുമാന വിഹിതം മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 40% എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ ദീർഘകാല ലക്ഷ്യം. നിലവിൽ ADS, EV തുടങ്ങിയ വളർന്നു വരുന്ന മേഖലകൾ വരുമാനത്തിന്റെ 30 മുതൽ 32% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള ശക്തമായ ഓർഡറുകളുടെ അടിസ്ഥാനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ 8,000 മുതൽ 8,200 കോടി രൂപ വരെ വരുമാനം നേടാനുള്ള അവസരം കമ്പനി കാണുന്നുമുണ്ട്.
ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കാരണം ഈ പാദത്തിൽ കയറ്റുമതി ഓർഡറുകളിൽ കുറവുണ്ടായെങ്കിലും അടുത്ത കുറച്ചു പാദങ്ങൾക്കുള്ളിൽ ഇത് പഴയപടിയാകുമെന്ന് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ സൻസെയറയുടെ മൂലധന ചെലവ് അഥവാ കാപെക്സ് 509.7 കോടി രൂപയായിരുന്നു. പ്രധാനമായും പ്ലാന്റ്, മെഷീനറി വിപുലീകരണം, ADS വിഭാഗത്തിന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കായാണ് ഈ തുക വിനിയോഗിച്ചത്. 2027 സാമ്പത്തിക വർഷത്തിലും സമാനമായ അളവിലുള്ള നിക്ഷേപം തുടരുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത എഞ്ചിൻ വിഭാഗത്തിന്റെ വിപുലീകരണം, ADS സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, മെഷീനിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്കായിരിക്കും പുതിയ നിക്ഷേപങ്ങളിൽ മുൻഗണന നൽകുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി ഉൽപാദനത്തിനായി പന്നഗറിലെ പുതിയ പ്ലാന്റ് 2026 സാമ്പത്തിക വർഷത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള ICE പ്ലാന്റുകൾ അതിന്റെ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി കൂടുതൽ വിപുലീകരണങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. കൂടാതെ ADS വിഭാഗത്തിനായുള്ള കൂടുതൽ സൗകര്യങ്ങളുള്ള നിർമ്മാണം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഗുണഫലങ്ങൾ 2027 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദം മുതൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ADS ബിസിനസ് വിപുലീകരിക്കുന്നതിനായി എയ്റോസ്പേസ് പാർക്കിന് സമീപം കമ്പനി അധികമായി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. റിസൾട്ടും മാനേജ്മെന്റ് കമന്ററിയിലുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സുമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇതിനെ വിലയിരുത്തിയാണ് 3 ബ്രോക്കറേജുകളും അവരുടെ എസ്റ്റിമേറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ചോയ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സൻസെയറ ഓഹരിക്ക് 2950 രൂപ എന്ന ടാർഗറ്റ് വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരമ്പരാഗത ICE ഘടകങ്ങളുടെ നിർമ്മാതാവ് എന്ന നിലയിൽ നിന്നും വൈവിധ്യമാർന്ന എഞ്ചിനീയറിംഗ് സൊല്യൂഷനുകൾ നൽകുന്ന ഒരു ആഗോള കമ്പനിയായി സൻസെയറ എഞ്ചിനീയറിംഗ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ വരുമാന ഘടനയിൽ വന്ന വലിയ മാറ്റം ഈ പരിവർത്തനത്തിന് തെളിവാണ്. 2021 സാമ്പത്തിക വർഷത്തിൽ നോൺ ഓട്ടോമോട്ടീവ് ഇലക്ട്രിക് വാഹന മേഖലയിൽ നിന്നുള്ള വരുമാനം വെറും 16% മാത്രമായിരുന്നെങ്കിൽ 2026ഓടെ അത് 30 മുതൽ 32% കുതിച്ചുയർന്നിട്ടുണ്ട്. വൈവിധ്യവൽക്കരണത്തിലൂടെ കൈവരിച്ച ഈ ശക്തമായ മുന്നേറ്റം കമ്പനിയുടെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ കൂടുതൽ ഉറപ്പിക്കുന്നുവെന്നാണ് ചോയ്സ് ഇക്വിറ്റീസ് വിലയിരുത്തുന്നത്. അതേസമയം ആക്സിസ് സെക്യൂരിറ്റീസ് മറ്റൊരു വ്യൂ ആണ് നൽകുന്നത്. ബ്രോക്കറേജ് സൻസെയറ എഞ്ചിനീയറിംഗിന്റെ റേറ്റിംഗിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, ശക്തമായ ഓർഡർ ബുക്ക്, ADS മേഖലയിലെ വളർച്ചാ സാധ്യതകൾ എന്നിവ പോസിറ്റീവ് ആണെങ്കിലും നിലവിലെ റിച്ച് വാല്യുവേഷൻ പരിഗണിച്ച് അവർ ബൈ റേറ്റിംഗിൽ നിന്നും ഹോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2028 സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിക്കുന്ന EPS 35 ടൈംസ് PE മൂല്യനിർണ്ണയം കണക്കാക്കി ഓഹരിക്ക് 2765 രൂപയാണ് ലക്ഷ്യവില നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് നിലവിലെ വിപണി വിലയേക്കാൾ കുറവായതിനാൽ ഓഹരി വില താഴേക്ക് വരുമ്പോൾ മാത്രം വാങ്ങുന്ന ബൈ ഓൺ ഡിപ്സ് രീതിയാണ് അവർ നിർദ്ദേശിക്കുന്നത്. കമ്പനിയുടെ വരുമാനം, EBITDA, ലാഭം എന്നിവയിൽ 2027-28 സാമ്പത്തിക വർഷങ്ങളിൽ മികച്ച വളർച്ചാ നിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും 2026 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ ഹൈ ബേസ് കാരണം 2027 2ാം പകുതിയിൽ പ്രകടനം അല്പം മന്ദഗതിയിലായേക്കാമെന്ന് വിലയിരുത്തുന്നുണ്ട്. കൂടാതെ സ്റ്റീൽ, അലുമിനിയം, ഊർജം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലെ തുടർച്ചയായ വിലക്കയറ്റവും ലാഭവിഹിതത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എങ്കിലും ADS മേഖലയിലെ കുതിപ്പും പ്രീമിയം ഉൽപ്പന്നങ്ങളിലേക്കുള്ള മാറ്റവും കമ്പനിയുടെ ദീർഘകാല അടിത്തറ ഭദ്രമാക്കുന്നുവെന്ന് ആക്സിസ് സെക്യൂരിറ്റീസ് നിരീക്ഷിക്കുന്നു. ICICI ഡയറക്ട് സൻസെയറ എഞ്ചിനീയറിംഗിന്റെ 2026 4ാം പാദത്തിലെ പ്രകടനം തങ്ങളുടെ കണക്കുകൂട്ടലുകളേക്കാൾ മികച്ചതായിരുന്നുവെന്ന് വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയിലെ താരിഫ് സംബന്ധമായ അനിശ്ചിതത്വങ്ങൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ വരും കാലയളവിൽ കയറ്റുമതിയിൽ കൂടുതൽ വേഗത കൈവരിക്കുമെന്ന് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലുള്ള 4400 കോടി രൂപയുടെ വലിയ ഓർഡർ ബാക്ക്ലോഗ് ADS വിഭാഗത്തിന് കരുത്താകുമ്പോൾ 1914 കോടി രൂപയുടെ പുതിയ ഓർഡറുകളും വൈവിധ്യമാർന്ന ഉപഭോക്തൃ ശൃംഖലയും കമ്പനിയുടെ വളർച്ചയെ പിന്തുണയ്ക്കും. മികച്ച പ്രവർത്തനക്ഷമതയും നോൺ ഓട്ടോമോട്ടീവ് മേഖലയിലെ വർദ്ധിച്ച വിഹിതവും മുൻനിർത്തി ICICI ഡയറക്ട് ആഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത്. മാത്രമല്ല കമ്പനിയുടെ 2027-28 സാമ്പത്തിക വർഷങ്ങളിലെ EPS കണക്കുകൂട്ടലുകൾ 9 മുതൽ 10% വരെ അവർ ഉയർത്തിയിട്ടുണ്ട്. 2026-28 കാലയളവിൽ വരുമാനത്തിൽ 20%വും EBITDAയിൽ 24% വാർഷിക വളർച്ച അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. 2028 സാമ്പത്തിക വർഷത്തിലെ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ 35 ടൈംസ് PE മൂല്യം കണക്കാക്കി ഓഹരിയുടെ ടാർഗറ്റ് പ്രൈസ് 2375 രൂപയിൽ നിന്നും 3100 രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതിക മികവും ശക്തമായ ഓർഡർ ബുക്കും കൃത്യമായ വിപുലീകരണ പദ്ധതികളും സൻസെയറയെ വരും വർഷങ്ങളിൽ നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മുൻനിര സ്ഥാപനമായി നിലനിർത്തുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഓഹരിയെ ഉൾപ്പെടുത്താവുന്നതാണ്.